ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. 28-നാണ് കുട്ടിക്ക് ക്രിക്കറ്റ് പോരാട്ടം തുടങ്ങുന്നത്. ഇത്തവണ 10 ടീമുകളും ഒന്നിനൊന്ന് മികച്ച താരനിരയോടെയാണ് കപ്പ് ലക്ഷ്യമാക്കി എത്തുന്നത്. ഇത്തവണ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങുന്ന ടീമുകളിലൊന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ഇന്നലെ CSK ആരാധകർക്കായി പ്രത്യേകമായൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. CSK തട്ടകമായ ചെപ്പോക്കിൽ നിന്നുള്ള പരിപാടിയിൽ ഇന്ത്യക്കായി 2020 ലോകകപ്പും അണ്ടർ-19 ലോകകപ്പും നേടിയ താരങ്ങളെ ആദരിച്ചു. രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലെത്തിയ സഞ്ജു സാംസൺ 2020 ലോകകപ്പ് ഇന്ത്യക്ക് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു. MS ധോണിയാണ് സഞ്ജുവിന് പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചത്. ശിവകാർത്തികേയനും AR റഹ്മാനും അടക്കം പങ്കെടുത്ത പരിപാടിയിൽ സഞ്ജു സാംസൺ സംസാരിച്ചത് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. ഇത്തവണ CSKക്കൊപ്പം പന്ത് നോക്കി പരമാവധി സിക്സർ നേടാൻ ശ്രമിക്കുമെന്നാണ് സഞ്ജു പറഞ്ഞത്. ഇത് കേട്ടതോടെ വലിയ ആർപ്പുവിളിയാണ് ആരാധകർ ഗ്യാലറിയിൽ ഉയർത്തിയത്. സഞ്ജുവിൽ ഇത്തവണ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളതെന്ന് പറയാം. 2020 ലോകകപ്പിൽ തകർപ്പൻ പ്രകടനം പുറത്തെടുത്താണ് സഞ്ജു ഇത്തവണത്തെ IPL-ലേക്ക് എത്തുന്നത്. ലോകകപ്പിലെ താരമായത് സഞ്ജുവായിരുന്നു. തുടർച്ചയായ 3 അർദ്ധ സെഞ്ചുറികളോടെ ഇന്ത്യയെ കപ്പിലേക്ക് എത്തിക്കുന്നതിൽ സഞ്ജു നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഫൈനലടക്കം തകർപ്പൻ പ്രകടനത്തോടെ കസറാൻ മലയാളി താരത്തിന് സാധിച്ചു. ഈ മികവ് CSKക്കൊപ്പം ആവർത്തിക്കാൻ സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. സഞ്ജുവിന് ഓപ്പൺ റോളിൽ കളിക്കാൻ സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇന്ത്യൻ ടീമിൽ ഓപ്പൺ റോളിലാണ് സഞ്ജു ശോഭിച്ചത്. എന്നാൽ CSKയിൽ 3-ാം നമ്പറിലോ 4-ാം നമ്പറിലോ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പൊസിഷൻ മാറാൻ സാധ്യതയുണ്ട്. MS ധോണിയോടൊപ്പം കളിക്കാൻ സാധിക്കുന്നതിൻ്റെ ആവേശത്തിലാണ് സഞ്ജു ഉള്ളത്. മലയാളി താരത്തിൻ്റെ വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ധോണിയോടൊപ്പം കളിക്കുക എന്നത്. അതിപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടുവെന്ന് തന്നെ പറയാം. CSKയുടെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്കും സഞ്ജു സാംസൺ എത്തുമെന്നാണ് റിപ്പോർട്ട്. ഇത്തവണ സഞ്ജുവിൻ്റെ പ്രകടനം CSKക്ക് വളരെ നിർണായകമാണ്. സഞ്ജു മികച്ച പ്രകടനം നടത്താതെ പക്ഷം CSK അത് പ്രതികൂലമായി ബാധിക്കും. ഇത്തവണ മികച്ച താരനിര CSKക്കുണ്ട്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും മികച്ച നിരയാണ് ടീമിൻ്റേത്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു കിരീടം എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ CSK ഇറങ്ങുന്നത്. ഇത് ധോണിയുടെ അവസാന സീസണായിരിക്കും എന്നും റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ കിരീട നേട്ടത്തോടെ ധോണിയെ യാത്രയ്ക്കാനാവും സഹതാരങ്ങൾ ആഗ്രഹിക്കുക. സഞ്ജു സാംസൺ ഈ സീസണിന് ശേഷം CSKയുടെ നായക സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. CSKയിൽ സഞ്ജുവിന് വലിയ ആരാധക പിന്തുണ ലഭിക്കുന്നുണ്ട്. ധോണിക്ക് ലഭിക്കുന്ന അതേ ആരാധക പിന്തുണ സഞ്ജുവിന് ആരാധകർ നൽകുന്നുണ്ടെന്നാണ് ഇന്നലത്തെ പരിപാടിയിൽ നിന്നും വ്യക്തമാകുന്നത്. ചടങ്ങിൽ സഞ്ജു സാംസണെ പ്രശംസ കൊണ്ട് മൂടുകയായിരുന്നു തമിഴ് താരം ശിവകാർത്തികേയൻ. മലയാള സിനിമകളും നടിമാരും തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റാണെന്നും ഇപ്പോൾ അവിടെ നിന്നുള്ള ക്രിക്കറ്റ് താരമായ സഞ്ജു സാംസൺ ഇവിടെ ബ്ലോക്ക് ബസ്റ്ററായെന്നും ശിവകാർത്തികേയൻ പറഞ്ഞു. പുതിയ സീസണിലേക്കുള്ള ടീമിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ശിവകാർത്തികേയൻ. ഈ ടീമിൽ നമ്മെ ആവേശം കൊള്ളിക്കുന്ന ഒന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്, അത് ആര് എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. ചോദ്യം ഉയർന്നപ്പോൾ തന്നെ ആരാധകരുടെ ആർപ്പുവിളി തുടങ്ങി. സഞ്ജു ചേട്ടാ, നിങ്ങൾക്കറിയാം തമിഴ്നാടും കേരളവും തമ്മിലുള്ള സൗഹൃദം. ഇവിടെ വരുന്ന മലയാള സിനിമകൾ ഹിറ്റാണ്. അവിടെ നിന്നുള്ള നടിമാരും സൂപ്പർ ഹിറ്റായി. ഇപ്പോൾ അവിടെ നിന്നുള്ള ക്രിക്കറ്ററായി നിങ്ങൾ ബ്ലോക്ക് ബസ്റ്ററായി. അടിപൊളി, നിങ്ങളും ബ്ലോക്ക് ബസ്റ്ററാണ് എന്ന് ശിവകാർത്തികേയൻ പറയുമ്പോൾ ചിരിയോടെയാണ് സഞ്ജു ഇത് കേട്ടുന്നത്. ധോണി, ഋതുരാജ് എന്നിവരും ശിവകാർത്തികേയൻ തൊട്ടടുത്തുണ്ടായിരുന്നു. ചടങ്ങിൽ ധോണിക്ക് ഇരുവശത്തായിട്ടായിരുന്നു ഋതുരാജും സഞ്ജുവും നിന്നത്. വരും സീസണിൽ ചെന്നൈക്ക് വേണ്ടി സഞ്ജു തകർക്കുമെന്ന് തന്നെ കരുതാം.